ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചു, എന്നിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പല്ലയിച്ചു, ഒന്ന് ഫ്രഷായി, അതിനുശേഷം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ഇന്നലെ രാത്രി മുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ കുടിക്കണത് നല്ലതാണ് ഹെൽത്തിന്. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ അത് കുടിച്ചു. അതിനുശേഷം അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഇന്ന് ഓട്ടോടെയാണ് ഗൈസ്. സാധാരണ സ്കൂളില്ലാത്ത ദിവസമൊക്കെ ഞാനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ. പക്ഷെ ഇന്ന് എന്തോ വിളിച്ചില്ല. അപ്പോൾ എന്താ ക്ലീനിങ് പരിപാടി എന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ടേബിൾ എടുത്തിട്ട് ഈ സോഫ ഉള്ള ഭാഗത്തേക്ക് വെക്കണം. അപ്പോൾ അതൊരു ടാസ്ക് ആയിരുന്നു, നല്ല കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചു. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്യാം. ഒന്നുമില്ല, ഉള്ളത് ഇട്ടുകൊണ്ട് മേക്ക് ഓവർ ചെയ്യുന്നേ. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡെസ്കും വന്ന് പിരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ അത് തീരെ കട്ടില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ആദ്യം ഒരു വെള്ള തുണി പിരിച്ചിട്ട് ആദ്യം കാണിച്ച ക്ലോത്ത് അതിൻ്റെ മുകളിൽ പിരിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ പിരിക്കുകയാണ്. മേക്ക് ഓവർ എന്നൊക്കെ പറയുമ്പോൾ പുതിയ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, ഉള്ളതെറ്റ് ആണ് മേക്ക് ഓവർ ചെയ്യുക. ഓരോ സാധനമായിട്ട് നമുക്ക് ടേബിൾ വെക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വെച്ചത് എൻ്റെ അടുത്തുള്ള കുറച്ച് കളറുകളുണ്ട്, അത് വെച്ച്. പിന്നെ ഞാൻ പെന്നൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇത്. ഐസ്ക്രീം സ്റ്റിക്കായിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഒരു ടെഡി ഉണ്ടായിരുന്നു, അപ്പോൾ അതും വെച്ചുകൊണ്ട് കുറേ ഒന്നുമില്ല, തള്ളിയതാണ്. ഒരു 2-3 ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഫുൾ മേക്ക് ഓവർ. പിന്നെ മേക്ക് ഓവർ എന്നൊന്നും പറയില്ല, പക്ഷേ എനിക്കിഷ്ടമായി. അങ്ങനെ എല്ലാം പിരിച്ച് സെറ്റാക്കിയിരിക്കണേ. അടുത്തത് എന്താ, ടേബിൾ അവിടെ നിന്ന് മാറ്റിയപ്പോൾ ടേബിളിനടി ഫുൾ കച്ചറ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവരി കളയാണ്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സ്കൂളിൽ ചെയ്യാത്തന്ന് ഇങ്ങനെ പണി കിട്ടലുണ്ടോ? എനിക്ക് കിട്ടലുണ്ട്. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറയലുണ്ട്, രാവിലെ മുതൽ ഉച്ച വരെ എക്സാം ഒക്കെ ഉള്ള സമയത്ത് പറയും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അപ്പോൾ എന്താന്ന് നോക്കുമ്പോൾ പറയും ഇപ്പോൾ പോവുകയാണെങ്കിൽ അടിച്ചുവരി തുടക്കേണ്ടി വരും എന്നൊക്കെ പറയും. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരം വൈകി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഉച്ചക്കത്തെ ഫുഡാണ് കാണിക്കുന്നത്. കാരണം ഉച്ചക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ചെയ്യണത് തന്നെ ഫോണിൽ തോണ്ടുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെ. ക്ലാസ് ചെയ്യാത്തന്നല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ഉറങ്ങാൻ പറ്റുള്ളൂ. അതിനുശേഷം വൈകുന്നേരം ഞങ്ങൾ മിറ്റേജൊക്കെ ഒന്ന് ഇറങ്ങി ചെടിയൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ച്. ചെടികളുടെ പേരൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു ചെടി എന്താണ് ഉമ്മ പറഞ്ഞ് ഏതെങ്കിലും കുപ്പിയിലാക്കിയിട്ട് വെക്കാൻ പറഞ്ഞു. വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേക ഒരു ഊർജ്ജമാണ് ജോലിയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഉമ്മ എപ്പോഴും പറയും വേണമെങ്കിൽ വീഡിയോ എടുത്തോ. അപ്പോൾ എന്താ, അപ്പോൾ ഞാൻ നല്ല ഇതിൽ വീഡിയോക്ക് വേണ്ടിയിട്ട് നല്ല പണിയെടുക്കും. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെടികളൊക്കെ ഒന്ന് ഓരോ മുക്കിയെന്ന് മൂലയെന്നൊക്കെ എടുത്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതെടുത്തിട്ട് വേറെ സ്ഥലത്ത് വെക്കണം. പിന്നെ ഒന്ന് ചെറുതായിട്ട് ഓരോ ചീഞ്ഞ ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. തെച്ചിപ്പൂവൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അതും ചെറിയ ചെടിയാണ്, അപ്പോൾ തന്നെ പൂവൊക്കെ ഇട്ടിക്കണ്, നല്ല രീതിയിൽ പൂവൊക്കെ ഇട്ടിക്കണ്. പിന്നെ അടുത്തത് എൻ്റെ കണ്ണിൽപ്പെട്ടത് ഈ ഒരു ഫ്ലവറാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ നമ്മളെ സ്വന്തം ചെമ്പരത്തി, അതും കുറേ പൂവിട്ടിക്കണ്. നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതിലും കാട്ടി ഭംഗി ഉണ്ടാവും ചെടികളൊക്കെ, പക്ഷേ നോക്കാൻ മടിയാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് എല്ലാവരും അല്ല ഞാനും ഉമ്മയും കൂടി ഇറങ്ങിയതാണ്. അപ്പോൾ ചട്ടിയിലുള്ള പുല്ലുകളും ഒക്കെ പറിച്ച് കളയുന്നുണ്ട്. പിന്നെ ഉണങ്ങിയതൊക്കെ എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണങ്ങിയത് മാത്രമല്ല ചെടിയും വെട്ടുണ്ട്. എന്താ ചെയ്യുക, ഞാൻ എന്നെക്കൊണ്ട് തോറ്റ്. അതിനടുത്ത പരിപാടി നമുക്ക് ഈ ചെടികളൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെക്കണം. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പണി കിട്ടി, മെറ്റലൊക്കെ ഒന്ന് ലെവലാക്കാൻ. അങ്ങനെ പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് നിൽക്കുമ്പോൾ നമ്മളെന്ത് കട്ടും, ഒന്നും കട്ടില്ല, നിർത്താതെ നിൽക്കും. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഞാൻ പേരൊക്കെ എഴുതി കളിക്കായിരുന്നു. അങ്ങനെ ആ പ്രാന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തത് ചെടികളൊക്കെ അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ ഇതാണ് ഒരു ലൈന് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഫുള്ള് വെച്ച്. എങ്ങനെയുണ്ട് ഗൈസ്, രസമുണ്ടോ? രസമില്ലെങ്കിലും രസമുണ്ടെന്ന് പറയും ഗൈസ്, എൻ്റെ ഒരു സന്തോഷത്തിന്. അങ്ങനെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി പള്ളിക്ക് ലൈറ്റൊക്കെ ഇട്ടിക്കണ്. എന്താ നമ്മളെ നബിദിനം കണ്ട് എത്താനായില്ലേ. ഇനി കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ട് ഫോണിലൊക്കെ നോക്കി കുറച്ച് നേരം ഇരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് നബിദിന പാട്ട് കിട്ടിയതല്ല, നമ്മൾ തന്നെ യൂട്യൂബിൽ നിന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ തന്നെ എഴുതണം. അപ്പോൾ അതൊക്കെ അവനെ കൊണ്ടൊന്ന് കുറച്ച് പാടിപ്പിച്ച് അതിന് ശേഷം വേറെ ഒന്നുമില്ല, കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ലൈറ്റ് ഇപ്പം എടുത്ത് വെച്ചതാണ്. അപ്പോൾ ലൈറ്റ് വരുമ്പോൾ തന്നെ റൂമിൻ്റെ ഒരു ലുക്ക് തന്നെ മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.